ഇതൊന്നും ഈ പൂജയുമായിട്ടോ കർമ്മമായിട്ടോ ഒന്നും ഇത് ബന്ധിപ്പിക്കുകയല്ല വേണ്ടത്. ഈ വിഷയങ്ങള് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ട വിഷയമാണ്. ഇങ്ങനെയൊന്നും ആഭിചാരത്തിനുള്ള പണിയൊന്നും ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന പ്രചരണങ്ങളാണ്. ശരിയായ സത്യങ്ങൾ എന്ന് അറിയുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഈ ആൾക്കാർക്ക് ഈ അമിതമായ സാമ്പത്തിക ഇതും അതുകുറിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇങ്ങനെ കൊണ്ട് എത്തിക്കുന്നത്. ഇതൊന്നും ഒരു പൂജാതത്വത്തിലുള്ളതൊന്നും അല്ല. ഇതൊക്കെ ചുമ്മാതെ ആൾക്കാരുടെ മുന്നിൽ ഈ ഷോ കാണിച്ച് ഈ പേടിപ്പിച്ച് സൈക്കോളജിക്കലായിട്ട് ഇവരെ ഉപദ്രവിച്ച് ഇതൊക്കെ കുറെ വിവരദോഷികളായിട്ടുള്ള കുറെ ആൾക്കാർ കാണിക്കുന്ന പിന്നെ ആഭിചാരം എന്നൊന്നും അല്ല. ഇതൊന്നും ആഭിചാരത്തിന്റെ ഇതൊന്നും നിർഭാഗ്യവശാൽ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനൊക്കെ പിടിച്ചകത്തിട്ട് ഇങ്ങനെ ഏത് മതത്തിന്റെ ആയാലും, ഇപ്പൊ ഹിന്ദു മതത്തിന്റെ മാത്രമല്ല ഏത് മതത്തിൻ്റെതായാലും അനാവശ്യമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ നിരോധിക്കേണ്ടത് ആവശ്യമാണ്. അതിന് സത്യത്തിനോ അത് മനസ്സിലാക്കണം. പക്ഷെ സർക്കാരുകളും ഒക്കെ തന്നെ പലതും മനസ്സിലാക്കി എല്ലാവരും ഭരിക്കുന്ന ആൾക്കാരും എല്ലാവരും തന്നെ ഇതിന്റെ വസ്തുത മനസ്സിലാക്കാൻ ശ്രമിക്കണം. ചുമ്മാതെ ജനങ്ങളെ വിട്ടിയാക്കുന്ന ഇത്തരം പണിയും കൊണ്ട് ഇറങ്ങുന്നവരെ നിരോധിക്കുന്ന ഇതൊന്നും ഞങ്ങൾക്ക് ഈ പൂജാകാര്യങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് പറയുകയാണ്. ഞങ്ങളൊക്കെ പണ്ഡിതന്മാരെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പഠിച്ചിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ പറയുകയാണ് ഇതൊന്നും ഒരു ശാസ്ത്രത്തിലും ഉള്ളതല്ല. നമുക്കറിയാം കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി കേസ് അതും ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് നടന്നത്. ഈ ജില്ലയിൽ തന്നെ സമാനമായ കേസുകൾ നിരവധി റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ പ്രതികളുടെ വീടും പരിസരവുമായി ബന്ധപ്പെട്ട് ദൃശ്യങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ അതുമായി സാധൂകരിക്കുന്ന കുറേയധികം ഘടകങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ നരബലി എന്നൊക്കെ ഈ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ചാനലിലും നരബലി എന്തോന്ന് നരബലി കൊലപാതകം. ഈ നരബലിയൊന്നും അല്ല. ഇത് ചുമ്മാതെ വിവരക്കേട് കാണിച്ചിട്ട് ജനങ്ങളെ പ്രതികളാക്കിയിട്ടാണ് അത് കുറെ ആൾക്കാർ ഏറ്റുപാടാനായിട്ട്. അപ്പൊ ഇതൊക്കെ ഫലം ധരിച്ചിട്ട് ഹൈന്ദവ ആചാരങ്ങളിൽപ്പെട്ട കുഴപ്പങ്ങളാണ്. അങ്ങനൊന്നും അല്ല. ഇങ്ങനെ ആചാരം ഇല്ലെന്നേ ഒരു മാസത്തിലും ഇല്ല. അങ്ങനെ ഒരു മാസം കാണിക്കുന്നവരെ അതൊന്നും നടപടി എടുക്കണ്ട. അല്ലാണ്ട് ശരിയായ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണമെന്ന് നമ്മൾ പറയുന്നത്. ഇതൊക്കെ നിരോധിക്കേണ്ട പരിപാടിയാണ്. എന്നാൽ തക്കതായ ശിക്ഷ കൊടുത്ത ഇതൊക്കെ നിൽക്കും. ഇതൊക്കെ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള അഭ്യാസങ്ങളുടെ ഭാഗമാണ്. ഇതിനകത്ത് സത്യമായിട്ടുള്ള പല കാര്യങ്ങളും പൂജാകർമ്മങ്ങളില് അത് കുറെയൊക്കെ സൈക്കോളജി ഉണ്ട്. അതല്ലാണ്ട് ചെറിയ സത്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളിലൊക്കെ ചെറിയ സത്യങ്ങളുണ്ട്. അതൊന്നും ഇങ്ങനെയുള്ളതൊന്നും അല്ലത്. ഇതൊക്കെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അത് പല മതങ്ങളിലും ഉണ്ട് ഇങ്ങനെയുള്ള വൃത്തികൾ കാണും. അതൊന്നും ആചാരാനുഷ്ഠാനമൊന്നും അല്ല ഒന്നും. ഇതൊക്കെ പിന്നെ അതിനെ ഒരു എക്സ്പ്ലോയിറ്റേഷനായിട്ട് ആരും ഉപയോഗിക്കരുത്. ഈ സാധാരണക്കാരായ ആൾക്കാരും ഇത് ചെയ്യുന്ന ആൾക്കാരും സർക്കാരുകളും ഒക്കെ ഇതിനെ സുതാര്യത, ധർമ്മം, സത്യം, നീതി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ ഈ അവഹേളനപരമായിട്ടുള്ള പരിപാടികളാണ്. ഇതിനൊക്കെ ഈ പണ്ടത്തെ കാലത്തെ പറഞ്ഞാൽ സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുള്ള പോലെ ശിക്ഷ ശക്തമാക്കി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ കിട്ടും. ഈ വക വിളച്ചിലുകളൊക്കെ ചുമ്മാ നമുക്കൊരു ഈ കുറെ ആൾക്കാരെ ഉണ്ടാക്കിയിട്ടും സെൻസേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇത് നിരോധിക്കാനുള്ള പണിയാണോ? ഇതൊന്നും ആചാരത്തിന്റെ പൂജകളോ ഹിന്ദുക്കളുടെ പൂജാരകളിലോ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ പൂജാരങ്ങളിൽ ഇങ്ങനൊന്നുമില്ല. ഇതിനൊക്കെ വേറെ അർത്ഥതലങ്ങളുണ്ട്. അത് മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിരോധിക്കപ്പെടേണ്ടതാണ്. നിരോധിക്കുമ്പോൾ സത്യങ്ങളും ധർമ്മങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടി വരുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.